വാർണർ ബ്രദേഴ്സിനെ ഏറ്റെടുത്തു നെറ്റ്ഫ്ലിക്സ്. പ്രശസ്ത ഹോളിവുഡ് പ്രൊഡക്ഷൻ ഹൗസായ വാർണർ ബ്രദേഴ്സിനെ സ്വന്തമാക്കാനുള്ള ബിഡ്ഡിംഗ് പ്രോസസ്സിൽ പാരമൗണ്ട് സ്റ്റുഡിയോസ്, കോംകാസ്റ്റ് എന്നീ കമ്പനികളെ പിന്തള്ളിക്കൊണ്ട് ഏകദേശം $83 ബില്യൺ നെറ്റ്ഫ്ലിക്സ് വാർണർ ബ്രദേഴ്സിനെ സ്വന്തമാക്കിയിരിക്കുന്നത്. 1923 ഹാരി, ആൽബർട്ട്, സാം, ജാക്ക് എന്നീ 4 സഹോദരങ്ങൾ ചേർന്ന് ആരംഭിച്ച കമ്പനിയാണ് വാർണർ ബ്രോസ്. 2025 കണക്കുകൾ പ്രകാരം 65 ബില്യൺ ആണ് കമ്പനിയുടെ ആസ്തി. വാർണർ ബ്രോസ് ഡിസ്കവറി TV നെറ്റ്വർക്കായിട്ടുള്ള TNT, CNN ഈ ഒരു ഡീലിൽ ഉൾപ്പെടുന്നതല്ല. അതൊരു സെപ്പറേറ്റ് കമ്പനിയായിട്ട് അതിൻ്റെ പ്രവർത്തനം തുടരുന്നതാണ്. ഈ ഒരു ഡീലിലൂടെ നെറ്റ്ഫ്ലിക്സിന് കാസാബ്ലാങ്ക, സിറ്റിസൺ കെയ്ൻ, അതുപോലെ തന്നെ ഹാരി പോട്ടർ, ലോർഡ് ഓഫ് ദി റിങ്സ് എന്നീ ഹിറ്റ് ഫ്രാഞ്ചൈസികൾ ഉൾപ്പെടുന്ന വാർണർ ബ്രദേഴ്സിൻ്റെ 13,000-ഓളം സിനിമകൾ വരുന്ന സിനിമാ ലൈബ്രറിയും സ്വന്തമാകുന്നു. കൂടാതെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ HBO മാക്സിൻ്റെ കണ്ടന്റുകളായ ഗെയിം ഓഫ് ത്രോൺസ്, സോപ്രാനോസ് എന്നീ ഹിറ്റ് TV സീരീസുകളും ഇനി നെറ്റ്ഫ്ലിക്സിന് സ്വന്തം. നെറ്റ്ഫ്ലിക്സ് പൊതുവെ തിയേറ്റർ റിലീസ് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ 2029 വരെ കോൺട്രാക്റ്റ് ഉള്ള വാർണർ ബ്രദേഴ്സിൻ്റെ സിനിമകളെല്ലാം തിയേറ്റർ റിലീസ് ചെയ്യുമെന്ന് നെറ്റ്ഫ്ലിക്സ് അറിയിച്ചിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സും വാർണർ ബ്രദേഴ്സും 2 വലിയ MNCകളായതുകൊണ്ട് ഈ ഒരു മെർജർ പൂർത്തിയാകാൻ ഏകദേശം 1 വർഷത്തോളം എടുക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ ഒരു അക്വിസിഷനിലൂടെ തിയേറ്റർ ഇൻഡസ്ട്രിയിലും അതുപോലെ സ്ട്രീമിംഗ് ഇൻഡസ്ട്രിയിലും വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.